ഞങ്ങൾ ഞങ്ങളുടെ മതവുമായി മുന്നോട്ട് പോവുക. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മതപ്രചരണം നടത്തിയിട്ട് ആളെ കൂട്ടണ്ട എന്നുള്ള ഒരു ചർച്ച ചെയ്യാൻ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് വന്നു. ജൂതന്മാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് റാഇന എന്നുള്ള വാക്ക് ആവർത്തിച്ച് ഉച്ചരിച്ചു. സത്യത്തിൽ റാഇന എന്ന വാക്കിന്റെ അറബി അർത്ഥം ഞങ്ങളെയും പരിഗണിക്കണം എന്നാണ്. ഞങ്ങളെയും ഒന്ന് പരിഗണിക്കണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പക്ഷേ സാധാരണഗതിയിൽ ജൂതന്മാർ ആ പ്രയോഗം നടത്താറുള്ളത് ഒരു അന്യ സ്ത്രീയോട് വ്യഭിചരിക്കാൻ ആവശ്യപ്പെടുന്നതിനാണ്. നീ ഞങ്ങളെയും കൂടെ ഒന്ന് പരിഗണിക്കണം കേട്ടോ എന്ന് ഒരു അന്യ സ്ത്രീയോട് ഒരു പുരുഷൻ വ്യഭിചാരത്തിന് എന്നെയും കൂടെ പരിഗണിക്കണം എന്ന് ആ ഒരു അർത്ഥത്തിലാണ് ഈ റാഇന എന്ന വാക്ക് സാധാരണഗതിയിൽ ജൂതന്മാർ ഉച്ചരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് പരിഹസിക്കണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് വശവത്തരത്തിലാക്കണം എന്നുള്ള രൂപത്തിലാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇടക്കിടക്ക് റാഇന എന്ന വാക്കിങ്ങനെ അവർ ആവർത്തിക്കുന്നത്. ഈ സംഭവത്തിൽ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ഇറങ്ങി. അല്ലാഹുവിന്റെ കലാമായ ഖുർആനിലൂടെ സൂറത്ത് ബഖറ 104-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളോടാണ് ഖുർആൻ അഭിസംബോധന. മുഅ്മിനീങ്ങളെ, ലാ തഖൂലൂ റാഇന, നിങ്ങൾ റാഇന എന്ന പദം പ്രയോഗിക്കരുത്, അത് നിങ്ങൾ പറയരുത്. അതിന് മറ്റൊരു അർത്ഥം കൂടെയുണ്ട്, അതൊരു ദ്വയാർത്ഥമുള്ള പ്രയോഗമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരമോ റാഇന എന്ന പദം പ്രയോഗിക്കരുത്. പിന്നെ നിങ്ങൾ പറയേണ്ടത് വഖുലൂ നൂർനാ, നബിയെ അങ്ങ് ഞങ്ങളെ ഒന്ന് പരിഗണിക്കണേ, അങ്ങ് ഞങ്ങളിലേക്കൊന്ന് നോക്കണേ. നമ്മൾ ഉന്നുറുന എന്ന പ്രയോഗമാണ് നിങ്ങൾ വാക്കാണ് നിങ്ങൾ പ്രയോഗിക്കേണ്ടത്. കാരണം അതിനൊരു ദ്വയാർത്ഥമില്ല, അതിന് മറ്റൊരു മോശമായ അർത്ഥമില്ല. അതുകൊണ്ട് നിങ്ങൾ ഉന്നുറുന എന്ന് പറയുകയും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യണേ. വലിൽ കാഫിരീന അദാബുൻ അലീം, ഖുർആനിന്റെ താക്കീദിനെ നിഷേധിക്കുന്നവർക്ക് വലിൽ കാഫിരീന, കാഫിരീങ്ങൾക്കെന്ന അവിടെ അർത്ഥം ഉദ്ദേശിച്ചത് സത്യനിഷേധികൾക്കെന്നല്ല, ഖുർആനിന്റെ താക്കീദിനെ, ഖുർആനിന്റെ വിധിവിലക്കുകളെ നിഷേധിക്കുന്നവർക്ക് അദാബുൻ അലീം, കഠിനമായ വേദനാജനകമായ അദാബുണ്ട്, ശിക്ഷയുണ്ട്. അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. അപ്പൊ മുഅ്മിനീങ്ങൾ പരസ്പരമോ അല്ലെങ്കിൽ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭിസംബോധന ചെയ്യുന്ന സമയത്തോ അതല്ലാത്ത ഘട്ടങ്ങളിലോ ഒരിക്കലും ദ്വയാർത്ഥമുള്ള തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു അർത്ഥം വരുന്ന വാക്കുകൾ നിങ്ങൾ പരസ്പരം പ്രയോഗിക്കരുത്. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ ഒരാൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്താൽ, മനഃപൂർവ്വം ഒരു മോശമായ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ദ്വയാർത്ഥമുള്ള ഒരു പ്രയോഗം ഒരാൾ നടത്തിയാൽ അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ അദാബുണ്ട്, വലിയ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. മുഅ്മിനീങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. മുഅ്മിനീങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു വാക്കുകൾ പറയാൻ പാടില്ല. മാത്രമല്ല അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോ അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ ആരോടാണെങ്കിലും നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഒന്ന് പറയുന്നത് അവന് വ്യക്തമായി കേൾക്കുന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിക്കണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവർക്ക് വ്യക്തമായി കേൾക്കുന്ന രൂപത്തിൽ സംസാരിക്കണം. കാരണം നിങ്ങൾ പറയുന്നത് വ്യക്തമായി അവൻ കേട്ടിട്ടില്ല എങ്കിൽ അവൻ തെറ്റിദ്ധരിച്ചു പോയേക്കാം, അവൻ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കുന്നവൻ വ്യക്തമായി കേൾക്കുന്ന രൂപത്തിൽ പറയണം. ഒന്ന്. രണ്ടാമത് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേൾക്കുന്നവന് മനസ്സിലാകുന്ന രൂപത്തിൽ വ്യക്തമായി പറയണം. ഒന്നവൻ കേൾക്കത്തക്ക രൂപത്തിൽ ശബ്ദത്തിൽ പറയണം. രണ്ടാമത് എന്താ നമ്മൾ ഉദ്ദേശിച്ചത് എന്ന് അവനിക്ക് വ്യക്തമാവണം, അവനിക്കത് മനസ്സിലാവുന്ന രൂപത്തിൽ വ്യക്തമായി പറയണം. മൂന്നാമത് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആവശ്യമാണെങ്കിൽ പറഞ്ഞതിനെ ആവർത്തിച്ചു പറയണം. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം സ്വഹാബികളോട് പറയുകയാണെങ്കിൽ ആ പറയുന്നതിനെ കേട്ട സ്വഹാബികൾക്ക് അത് മനസ്സിലായി വ്യക്തമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ആവർത്തിച്ച് പറയുമായിരുന്നു. സദസ്സിന് അല്ലെങ്കിൽ ഞാൻ ആരോടാണോ അഭിസംബോധന ചെയ്യുന്നത് അവർക്കത് വ്യക്തമായി മനസ്സിലായി എന്ന് എനിക്ക് ബോധ്യമാകുന്നത് വരെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബോധ്യമാകുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാക്ക് ആവർത്തിച്ച് പറയുമായിരുന്നു. അപ്പൊ നമ്മൾ ഒരു വിഷയം സംസാരിക്കുമ്പോൾ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന രൂപത്തിൽ ശബ്ദം അത്യാവശ്യം ഉയർത്തി വ്യക്തമായ ഭാഷയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇന്നതാണ് എന്നവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വേണം നമ്മൾ സംസാരിക്കാൻ. അതല്ലാത്ത ഘട്ടത്തില് അത് നിങ്ങൾ പറയുന്നതിന് അവർ തെറ്റിദ്ധരിക്കുകയോ അതല്ലെങ്കിൽ അതിന് മറ്റൊരു അർത്ഥം അവർ കണ്ടെത്തുകയോ ചെയ്തേക്കും. മറ്റൊരു അർത്ഥത്തിനുണ്ടാവാൻ സാധ്യതയുണ്ട്, അവർ വേറെ രൂപത്തിൽ അത് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ